ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബേക്ക് സാഗ. ഇന്നിവിടെ ഒരു അടിപൊളി ഹേസൽനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു 2 kg കേക്കിൻ്റെ മെഷർമെൻറ്റാണ് ഈ തന്നിരിക്കുന്നത്. മാത്രമല്ല കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ട് വർക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ട്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 6 എഗ്ഗ്, പൗഡേർഡ് ഷുഗർ 1.5 കപ്പ്, ഹേസൽനട്ട് പൗഡർ 80 gram ആൻഡ് സൺഫ്ലവർ ഓയിൽ 1 കപ്പ്, മൈദ 2 കപ്പ്. ഹേസൽനട്ട് പൗഡറിന് വേണ്ടി 1/2 കപ്പ് അല്ലെങ്കിൽ 80 gram ഹേസൽനട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് ഒന്ന് തണുത്ത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ 2 ടേബിൾ സ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. then നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന ഓരോ ബാച്ചായിട്ട് അരിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊടിച്ച ഹേസൽനട്ട് കൂടെ മിക്സ് ചെയ്തെടുക്കും. ഹേസൽനട്ട് ശരിക്കും പൗഡേർഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അരിപ്പ വഴി അരിച്ചെടുക്കാൻ പാടാണ്. സോ നമുക്ക് ഓരോ ബാച്ച് മൈദ അരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹേസൽനട്ട് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബൗളിലേക്ക് മുട്ട ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. മുട്ടയൊന്നും കേടില്ല എന്ന് ഉറപ്പ് വരുത്താനാണ്. ബീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സാൾട്ടും അതുപോലെ വാനില എസൻസും കൂടെ ആഡ് ചെയ്താണ് ബീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട്. മുട്ടയുടെ ഒരു കുത്തൽ സ്മെല്ല് നമുക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നമ്മൾ പഞ്ചസാര ബാച്ചായിട്ട് ആഡ് ചെയ്ത് നന്നപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അടുത്ത ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ബീറ്റിംഗ് നിർത്താം. നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 6 ടേബിൾ സ്പൂണും മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ തവണ നമ്മൾ ബാച്ച് ആഡ് ചെയ്യുമ്പോൾ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽക്കും കൂടി ആഡ് ചെയ്ത് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. നമ്മളെടുക്കുന്ന മെഷറിംഗ് കപ്പിൻ്റെയും അതുപോലെ എഗ്ഗിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്യുന്ന മിൽക്കിൻ്റെ എമൗണ്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരും. മറ്റൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്ന തരത്തിൽ നമുക്ക് മിൽക്കിൻ്റെ എമൗണ്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ബട്ടർ പേപ്പർ ഒട്ടിച്ച് ഡസ്റ്റ് ചെയ്ത ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്റർ പകർത്തുകയാണ്. ഇത് ആക്ച്വലി 1 കിലോ സ്പഞ്ചിൻ്റെ ബാറ്ററാണ്. അതായത് 2 കിലോ കേക്കോളം നമുക്ക് ഈ സ്പഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിൽ എനിക്ക് 1.5 കിലോ കേക്ക് മതി. പിന്നെ സിക്കിൾസ് പോപ്സ് ഒക്കെ ഉണ്ടാക്കണം. സോ അതുകൊണ്ടാണ് കുറച്ചുകൂടെ കൂട്ടിയെടുത്തിരിക്കുന്നത്. ഇതിപ്പം എല്ലാം ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ മെഷർ ചെയ്യാതെ, അതായത് വെയിൻ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാതെ ബാറ്റർ അങ്ങ് പകർത്തുന്നത്. നെക്സ്റ്റ് കേക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 100 gram ഡാർക്ക് കോമ്പൗണ്ടും 100 gram വൈറ്റ് കോമ്പൗണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിന് പകരം 200 gram മിൽക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യാം. അതിലേക്ക് 150 gram വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്ത് നമ്മൾ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിഞ്ച് ഓഫ് സാൾട്ടും അതുപോലെ 30 gram ബട്ടറും കൂടി ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്കൊരു 60 gram ഹേസൽനട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. ഒരുപാട് പൊടിയാകണ്ട, ചെറിയ ക്രഞ്ച് ഫീൽ കിട്ടുന്ന രീതിയിലാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം തയ്യാറാക്കിയ ഗനാഷ് അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കേക്കിന് വേണ്ടിയുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. അടുത്തതായി കേക്ക് നന്നായിട്ടൊന്ന് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാണ് ഇവിടെ വെറ്റ് ചെയ്തത്. അതിനുശേഷം ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വോൾ പോലെ കെട്ടാം. അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ വയ്ക്കുക. സെയിം പ്രൊസീജിയർ തന്നെ. കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്രീം അപ്ലൈ ചെയ്യുക. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മളൊരു വോൾ പോലെ ഉണ്ടാക്കുക. അതിനകത്തേക്ക് നമ്മൾ വീണ്ടും ഫില്ലിങ്സ് ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്പഞ്ച് വയ്ക്കുക. അങ്ങനെ എല്ലാ ലെയറും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ക്രം കോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിന് മുമ്പ് കേക്കിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഡൗൾ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, കേക്കൊന്നും ചരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഡൗൾ സ്റ്റിക്ക് സേഫായിട്ട് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഔട്ടർ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും ഡാർക്ക് ബ്ലൂ ആയിട്ട് നമ്മൾ ബോട്ടം ലെയർ കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ 3 ഷെയ്ഡായിട്ടാണ് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. എല്ലായിടവും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അത് നമ്മൾ കേക്കിൻ്റെ ഔട്ടർ വർക്കിംഗ് പാർട്ടിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തീമിൽ നമുക്ക് കുറച്ച് സാൻഡ് ലുക്കൊക്കെ വേണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ കേക്ക് ബോർഡിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്കിൻ്റെ തീം എന്ന് പറയുന്നത് മോവാന കേക്കാണ്. അതിനുവേണ്ടി കുട്ടി മോവാനയുടെ ഫോട്ടോ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ലേസർ പ്രിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എഡിബിൾ അല്ല. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫോണ്ടൻ്റ് ആക്സൻസ് ഒക്കെ വെക്കുന്നുണ്ട്. നമ്മൾ സെയിലിൽ കാണുന്ന കുറേ ഫോണ്ടൻ്റ് ആക്സൻറ്റ്, ഷെൽസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട്. സോ കുറച്ച് ബഡ്ജ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും ബിസ്ക്കറ്റ് പൗഡർ കൊണ്ട് ഹൈഡ് ചെയ്തിട്ട് സ്റ്റാർ ഫിഷ്, ഷെൽസ് അതെല്ലാം വെക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. സോ അത് വെക്കാനുള്ള സ്പേസ് അവിടെ കിട്ടിയില്ല. സോ ഓൾറെഡി വെച്ചത് ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം വൺ അവിടെ അറേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം ബാക്കി എല്ലാ ആക്സൻസും ഭംഗിയാക്കി തന്നെ നമ്മളവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെക്കുന്നുണ്ട്. ദെൻ ഷെൽസ്, സ്റ്റാർ ഫിഷ്, അതൊക്കെ അത്യാവശ്യം ഐറ്റംസ് എല്ലാം നമ്മളവിടെ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുത്തൊരു ട്രേ ആണ്. അത് നമ്മളത് സേഫായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സൊക്കെ ആയിട്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവരവരൊക്കെ കാണുക. അതിനുശേഷം നമ്മൾ കേക്ക് ടോപ്പറിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിബിസ്കസ് ഫ്ലവർ വെക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്